സയൻസ് ആൻഡ് ടെക്നോളജി അതല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഇസ്ലാമിക മാനവും സാങ്കേതിക ഉപകരണങ്ങളുടെ ക്രിയാത്മക ഉപയോഗവും എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സെഷൻ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഇസ്ലാമും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും മുസ്ലിമിന്റെ ശാസ്ത്രബോധത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളും കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമും ശാസ്ത്രവും എന്ന് പറയുന്ന അതല്ലെങ്കിൽ മതവും ശാസ്ത്രവും എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ കോസ് എഫക്ട് റിലേഷനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെയാണ് പ്രധാനമായിട്ട് ശാസ്ത്രം ചർച്ച ചെയ്യുന്നത്. ഏത് കാര്യത്തിനും അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ടായിരിക്കണമെന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ നിഗമനം അതല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. മതങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാഴ്ചപ്പാടോടുകൂടെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അദൃശ്യമായിട്ടുള്ള ശക്തിയിലും അദൃശ്യമായിട്ടുള്ള സംഭവ വികാസങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് മതങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാം. മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യഖീമൂന സ്വലാത്ത എന്നാണ്. അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ അതല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മേഖലയും എങ്ങനെ ഒത്തുപോകുന്നു, അതല്ലെങ്കിൽ ഒത്തുപോകേണ്ടതുണ്ടോ? ഒത്തുപോകേണ്ടതുണ്ടെങ്കിൽ ഈ സാമ്യം അതല്ലെങ്കിൽ ഈ ഒത്തുപോക്ക് എവിടെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് പ്രധാനമായും വിവര സാങ്കേതിക വിദ്യയുടെ ഇസ്ലാമിക മാനം എന്ന് പറയുന്ന മേഖലയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ലോകത്തെ തന്നെ വളരെ ശക്തമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ അടുത്ത കാലഘട്ടത്തിൽ ലോകത്ത് നടന്നിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം, എക്കണോമിക് റെസിഷന് ശേഷവും വിവര സാങ്കേതിക വിദ്യയിലുള്ള വിസ്ഫോടനാത്മകമായിട്ടുള്ള പുരോഗതികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുരോഗതികളെ പണ്ടുകാലത്ത് കമ്പ്യൂട്ടർ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ആക്സസറീസ് മാത്രമാണ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വന്നിരുന്നതെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട മേഖലയിലെ അപ്പുറത്തേക്ക് അതല്ലെങ്കിൽ അതിന്റെ എത്രയോ ദൂരത്തേക്ക് വിവര സാങ്കേതിക വിദ്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് ഈ മേഖലയെ എങ്ങനെ നമ്മുടെ ദീനീ ദഅവത്തിന്റെ മേഖലയിൽ ക്രിയാത്മകമായി ഉപയോഗിക്കപ്പെടാം എന്നുള്ളത് വളരെ കൂലങ്കഷമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. വിജ്ഞാനത്തെ, അറിവിനെ പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഇന്ന് വിവര സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട്. മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ലാസ് റൂം ടീച്ചിങ്ങിന് പകരം വീഡിയോ കോൺഫറൻസിലൂടെയും ചാറ്റ് റൂമുകളിലൂടെയുമൊക്കെ ഇന്ന് സ്കൈപ്പ്, ബൈലക്സ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ പകർന്നു നൽകൽ വളരെ നൂതനമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരു അധ്യാപകൻ എടുക്കുന്ന ക്ലാസ് എഡ്യൂസാറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ വഴി ഏത് പ്രദേശത്തും കാണുവാനും അനുഭവിക്കാനും സാധ്യമാകുന്ന പുതിയ അന്തരീക്ഷത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുസ്തകങ്ങൾ വഴി കൈമാറപ്പെട്ടിരുന്ന അതല്ലെങ്കിൽ ക്ലാസ് റൂമുകൾ വഴി കൈമാറപ്പെട്ടിരുന്ന
അറിവിന്റെ കൈമാറ്റത്തിന്റെ പുതിയ വഴികൾ അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയും മനുഷ്യൻ അതിന്റെ പിന്നിൽ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയും ഒരു സമയത്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇസ്ലാമിക അതല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഇസ്ലാമിക മാനം എന്ന് പറയുന്ന വിഷയം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ ദഅവത്തിന്റെ സാധ്യതകളിൽ പ്രത്യേകിച്ച് വിവരത്തെയും അറിവിനെയും പകർന്നു നൽകുന്നതിന്റെ കാര്യത്തിലും എങ്ങനെ ഈ സാങ്കേതിക വിദ്യകളെ ക്രിയാത്മകമായി ഉപയോഗിക്കാമെന്ന് ഈ ചർച്ചയുടെ ഭാഗമായി